എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുഷ്പ 2 റിലീസായിരിക്കുകയാണ് ഇന്നലെ. അപ്പോൾ ഇന്നലെ ഞാൻ പോയി പടം കണ്ടു. അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് പോലെ കണ്ടാൽ മതി. ഈ ഒരു വീഡിയോ തികച്ചും എൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ തലം വെച്ച് മാത്രമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അതേപോലെ തോന്നണമെന്നില്ല. ഞാൻ ഇന്നലെ രാവിലെ പുഷ്പ 1 കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ആണ് എന്നുള്ളത് കൊണ്ട് പുഷ്പ 1 നിർത്തിയിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടാണ് നിർത്തിയത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു തെലുങ്ക് പടമാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞു വെക്കട്ടെ. എനിക്കിതിൻ്റെ ബേസിക് ത്രെഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. പിന്നെ ഡാൻസ്, പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത് കുറച്ച് സ്പൂഫുകളുണ്ട്. ഇപ്പോൾ KGF ആ സ്പൂഫ്, പിന്നെ മലൈക്കോട്ട വാലിബനിലെ ആ കഴുതപ്പുറത്ത് മുട്ടയടിച്ച് വിടുന്നത്, അത് സെയിം ഇതിൻ്റെ അകത്ത് വന്നത് ഒരു ക്രിഞ്ചടിച്ചു. പിന്നെ അയ്യ വൈകുണ്ഠാപുരമിലൂലെ അല്ലു അർജുൻ്റെ തന്നെ ആ കൈയും കണ്ണും കെട്ടിയിട്ടുള്ള ആ ഒരു ഫൈറ്റ്, അതൊക്കെ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്രിഞ്ചാണ്. പക്ഷെ അല്ലു അർജുൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റി. ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രോ സീൻ മുതൽ തുടങ്ങിയാൽ മതിയായിരുന്നു ശരിക്കും. ആ വേഷം മാറി വരുന്ന ആ ഒരു ഇൻട്രോ സീൻ മുതൽ പടം തുടങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ട് ആ നീണ്ട സെൻറ്റി ഡയലോഗ്സൊക്കെ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അതാണൊരു സീരിയൽ ഒരു ഫീല് കൊടുത്തത്. പിന്നെ ചില സ്ഥലത്ത് ആ ഇമോഷൻസ് ഇട്ട് കത്തിക്കാനായിട്ട് ശ്രമിച്ചത് അത് ഇത്തിരി ഓവറായിട്ടുണ്ട്. അത് നമുക്ക് ആദ്യകാലങ്ങളിലെ അല്ലു അർജുൻ പടങ്ങളിലെ കുറച്ച് സീനുകൾ ഓർമ്മയിലേക്ക് വന്നു. ഇത് ഒരു ഓവറോൾ ഒരു മസാല മിക്സ്ഡ് തെലുങ്ക് പടം തന്നെയാണ്. കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ആവശ്യത്തിൽ കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടം. ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി പോയി പടം കാണാനിരുന്നാൽ ഇഷ്ടപ്പെടും. പിന്നെ അല്ലു അർജുൻ്റെ സ്വാഗും സ്റ്റൈലും അതെല്ലാം പറയാതിരിക്കാൻ പറ്റില്ല. വളരെ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്, ഡാൻസിലാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ട് ഒരു ഫിലിം ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. പക്ഷെ ഇപ്പോൾ അവർ കൂടുതലായിട്ടൊരു മസാല എലമെൻറ്റ്സ് ചേർത്തതാണ് പ്രശ്നമായത്. പടം ഒരു 1 ടൈം വാച്ചബിളാണ്, തിയേറ്റർ വാച്ചബിളാണ്. കാര്യം ആ മ്യൂസിക്കിൻ്റെയൊക്കെ ബീറ്റ്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി.